അപ്പം ഇന്ന് രാവിലെ തന്നെ എണീറ്റ് അത്താഴം വെക്കാനായിട്ട് എണീറ്റതാണ് കേട്ടോ. നമുക്ക് നോമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതല്ലേ. അപ്പോൾ അത്താഴം വെക്കാൻ വേണ്ടി എണീറ്റതാണ്. അപ്പോൾ 4 മണിക്കാണ് അത്താഴം വെക്കാൻ വേണ്ടി എണീറ്റിരിക്കുന്നത്. കാരണം 5 മണിക്കൊക്കെ ഫസ്റ്റ് സ്റ്റാർട്ടില്ലെങ്കിൽ ബാങ്ക് വിളിക്കാൻ 5 മണിക്കൊക്കെ തുടങ്ങും. അപ്പോൾ ഞാൻ അത്താഴം വെക്കാൻ വേണ്ടി എണീറ്റിരിക്കുകയാണ്. കാരണം സാധനം പിടിക്കുന്നത് നമ്മൾ രണ്ടിൽ മാത്രമേ നോമ്പ് പിടിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അത്താഴം കഴിക്കാനായിട്ട് ജീരകക്കഞ്ഞിയായിട്ട് അത്താഴം കഴിക്കുന്നത്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ജീരകക്കഞ്ഞി കഴിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും എനിക്കൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ പിന്നെ ജീരകക്കഞ്ഞിൻ്റെ കൂട്ടിക്കാണ്ട് ഉമ്മയുടെ നമ്മൾ പോയപ്പോൾ അതിനകത്ത് തന്നെ പോയപ്പോൾ നമുക്ക് തന്നിട്ടുണ്ടായിട്ടു. അപ്പോൾ പിന്നെ നമുക്ക് ഇതാക്കിയാൽ മാത്രം ചെയ്താൽ മതി, അരപ്പ് മാത്രം ചെയ്താൽ മതി. അപ്പോൾ അരപ്പൊക്കെ കൂട്ടി രാത്രിക്ക് അരപ്പൊക്കെ കൂട്ടി ചൂടോടെ നമ്മൾ ജീരകക്കഞ്ഞി കുടിക്കണം കേട്ടോ. അപ്പോൾ ജീരകക്കഞ്ഞിയായിട്ട് തൊട്ടുകൂട്ടാനായിട്ട് മീൻ വറുത്തതുണ്ടായി, മീൻ കറി ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അച്ചാറുണ്ടായിരുന്നു. ഞാൻ അച്ചാറും കുട്ടിയെ കണ്ടുവച്ചത്. മീൻ വറുത്തും കുട്ടിയാണ് കഴിച്ചത്. എനിക്ക് അച്ചാറേ മതിയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പാത്രമൊക്കെ കഴിക്കുന്നതിന് ശേഷം ഇക്കാക്കെ പോയി കിടന്നിട്ട് നേരത്തെ കുറച്ച് ഇക്കാക്കെ പോയി കിടന്ന് ഞാൻ കുറച്ച് സുന്നത്ത് നിസ്കരിക്കാൻ വിചാരിച്ചു. പിന്നെ കുറച്ച് ദിക്കറൊക്കെ ചെല്ലി പിന്നെ അപ്പോൾ തന്നെ യാസീന് പകുതി ചെയ്തപ്പോൾ തന്നെ ചായ നീട്ടിട്ടു. ചായ എഴുതി ചായനെ കുറച്ച് പോയി കിടത്തി ഉറക്കാനൊക്കെ വിചാരിച്ച് അവളെ തട്ടി കിടത്തി ഉറക്കി. പിന്നെ അതിന് ശേഷം ഞാൻ വന്നിട്ട് ദിക്കറൊക്കെ ചെല്ലി പിന്നെ ഞാൻ വിളിച്ചു നിസ്കരിക്കും. കാരണം ചായ നീട്ടി നമുക്കൊന്നും നടക്കില്ല വിചാരിച്ച് ഞാൻ പിന്നെ മര്യാദയൊക്കെ ഇരുന്നു. എനിക്ക് ഇതിലൊക്കെ മുന്നോട്ടൊക്കെ ഇരുന്നിട്ട് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ റമദാൻ മാസത്തിൽ നോമ്പ് നോക്കുന്നവർക്കും അതുപോലെ തന്നെ എല്ലാവർക്കും ആരോഗ്യ ആവശ്യം തന്നെ കുറച്ച് എല്ലാവരും കുറ്റങ്ങളെല്ലാം പുറത്ത് കൊടുക്കണം. അപ്പോൾ അതൊക്കെ പിന്നെ എന്താ പറയുക, എനിക്ക് സന്തോഷമുണ്ട്. റമദാൻ മാസത്തിൽ ഞാൻ നീറ്റ് നോമ്പെടുക്കലും അതുപോലെ തന്നെ ആശയങ്ങളിലും അതുപോലെ തന്നെ വെളുപ്പിനൊക്കെ അതൊക്കെ ഒരു നമുക്കൊരു നമ്മളിൽ പെട്ടവർക്കൊക്കെ ഒരു സന്തോഷമായിട്ട് തോന്നുന്നു. എനിക്കത് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ അതൊക്കെ ചായൻ്റെ വിളി വന്നപ്പോൾ എനിക്ക് ആശയങ്ങൾ പതിക്ക് കുറച്ച് ഓതാൻ പറ്റുള്ളൂ. അപ്പം തന്നെ ചായ വിളിയൊക്കെ ഞാൻ പറയണ്ട പറയുന്നുണ്ട് ചായ ഉമ്മ വിളിക്കുമ്പോൾ ഞാൻ ആന്ന് പറയാം കേട്ടോ. അപ്പം അത്രയുള്ള കൈസ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ. സീ യു.